കഴിഞ്ഞ തവണ കരിമീൻ പൊള്ളിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു കരിമീൻ ഇല പൊള്ളിച്ചെടുക്കുന്നതാണ് നല്ലതെന്ന്. എന്നാൽ പിന്നെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഞാനും കരുതി. കരിമീനൊക്കെ പൊള്ളിച്ച് വെച്ചതിന് ശേഷം ആ എണ്ണ തന്നെയാണ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ എണ്ണയിലേക്ക് കടുകൊക്കെ ഇട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഊപിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാളയും കുറച്ച് കൊച്ചുള്ളിയും കൂടെയാണ് ചേർക്കുന്നത്. അപ്പോൾ അതൊന്ന് വഴണ്ടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. 5 മിനിറ്റിന് ശേഷം നോക്കിയപ്പോൾ ഉള്ളിലേക്ക് നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയാണ് ചേർക്കേണ്ടത്. തക്കാളിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരണം. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കേണ്ടത്. 1 സ്പൂൺ കശ്മീരി മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മസാല ഇലയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ കരിമീനൊക്കെ വെച്ച് ഫില്ല് ചെയ്യാം. അപ്പോൾ മുകളിലും തഴി മസാലയൊക്കെ നന്നായി ഫില്ല് ചെയ്തതിന് ശേഷം ഇല നന്നായി മൂടി കെട്ടി വെക്കണം. അതിനുശേഷം ഫ്രൈയിങ് പാനിലിട്ട് ഒരു 15 മിനിറ്റ് തിരിച്ചും മറിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ദേ പണി കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അതേപോലെ കമന്റ്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂടെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.